കേൾക്കുക, ദാവീദ് ഉയർന്നു വന്നപ്പോൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു വന്നു. അതുപോലെ നീയും ഉയർന്നു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ദിവസവും പിശാച് മൗനമായിരിക്കുകയില്ല. അവനെന്തു ചെയ്യും? എങ്ങനെയെങ്കിലും നിന്നെ വീഴ്ത്തുവാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഉയർന്നു വരുന്നവനായ ദാവീദിനെ എല്ലാ ദിവസവും ശൗൽ എന്തു ചെയ്യാൻ ശ്രമിച്ചു? കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ നോക്കാം. നീ ഉയർന്നു വരികയാണോ? എങ്കിൽ കേൾക്കൂ, എല്ലാ ദിവസവും പോരാട്ടങ്ങളുണ്ടാകും, എല്ലാ ദിവസവും തടസ്സങ്ങളുണ്ടാകും. മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 39:10. അവൾ ദിനംപ്രതിയും യോസേഫിനോട് പറഞ്ഞിട്ടും പ്രതിദിനവും പരീക്ഷണം. ജോലി ചെയ്യുന്നതായിടത്ത് യോസേഫിന് ഓരോ ദിവസവും പരീക്ഷണമാണ്. ജോലി ചെയ്യാൻ താനൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീ എല്ലാ ദിവസവും അവനെ പരീക്ഷിക്കുകയാണ്. യോസേഫിനുണ്ടായിരിക്കുന്നതായ ഒരു വലിയ മൂല്യം അല്ലെങ്കിൽ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ തൻ്റെ വിശുദ്ധമായ ജീവിതമാണ്. അതാണ് തൻ്റെ അടിസ്ഥാനം. ആ വിശുദ്ധിയുള്ള ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് പിശാച് എന്താണ് ചെയ്യുന്നത്? ദിനം പ്രതി യോസേഫിനെ ഒരു സ്ത്രീയിൽ കൂടി പരീക്ഷിക്കുകയാണ്. പ്രിയ സഹോദരി, കേൾക്കുന്നുണ്ടോ? ദൈവം നിന്നോടാണ് സംസാരിക്കുന്നത്. നീ വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സന്തോഷം. പ്രിയ മകനെ, മകളെ, നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം. എന്നാൽ കേൾക്കുക, ദയവുചെയ്ത് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ പരിധികളെന്നത് അത്യാവശ്യമാണ്. ജീവിതത്തിൽ അതിരുകളെന്നത് വളരെ ആവശ്യമാണ്. സമുദ്രത്തിലെ തിരമാലകൾ തീരത്തേക്ക് അടുക്കുമ്പോൾ അത് ഉല്ലാസം നൽകുന്നു. എന്നാൽ ആ അതിർ ലംഘിക്കുകയാണെങ്കിൽ വലിയൊരു അപകടത്തെ അല്ലെങ്കിൽ പ്രളയത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിരുവരെയും വന്നാൽ കുഴപ്പമില്ല. എന്നാൽ ആ തിരമാലകൾ അതിർ കടന്ന് മുൻപോട്ട് വരികയാണെങ്കിൽ അപകടമായിരിക്കുന്നു. പ്രിയ മകനെ, മകളെ, നിങ്ങളുടെ സ്നേഹത്തിൽ അതിരുണ്ടായിരിക്കണം. ഇത് ഞാൻ ലംഘിച്ച് മുൻപോട്ട് പോവില്ല എന്ന് പറയണം. ഈ സ്നേഹിതയെ അല്ലെങ്കിൽ ഈ സ്നേഹിതനെ എൻ്റെ ജീവിതത്തിൽ അതിർ ലംഘിച്ചുകൊണ്ട് മുൻപോട്ട് വരുവാൻ ഞാൻ അനുവദിക്കില്ല. ഒരു പരിധി ഉണ്ടായിരിക്കുന്നിടത്തോളം സ്നേഹം സന്തോഷം നൽകുന്നു. എന്നാൽ പരിധി ലംഘിക്കുകയാണെങ്കിൽ അതേ സ്നേഹം നിനക്ക് തീരാ ദുഃഖത്തെയായിരിക്കും നൽകുന്നത്. ഈ വിഷയത്തെ മറന്നുപോകരുത്. താൻ ജോലി ചെയ്യുന്നയിടത്ത് എല്ലാ ദിവസവും പരീക്ഷണങ്ങളാണ് യോസേഫിനെ. കാരണം അവൻ വിശുദ്ധനാണ്. വിശുദ്ധി കൊണ്ടാണ് അത്രയും അനുഗ്രഹങ്ങൾ നേടിയെടുത്തത്. വിശുദ്ധിയോടെ നിങ്ങൾ ജീവിക്കുകയാണോ? എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീതിമാന്മാരെ ബലപ്പെടുത്തുവാനായിട്ട് യഹോവയുടെ ദൃഷ്ടി ലോകമെമ്പാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നീതിമാന്മാരെ സഹായിക്കണം, നീതിമാന്മാരെ ആശ്വസിപ്പിക്കണം, നീതിമാന്മാരുടെ പ്രാർത്ഥന കേൾക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദര, സഹോദരി, ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ വേണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നീതിയോടെ ജീവിക്കുക. നിന്റെ സകല പ്രാർത്ഥനയും ദൈവം കേൾക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നീ സത്യസന്ധതയോടെ ജീവിക്കണം. ദാവീദിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. താൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ഒരു ദിവസം രാജാവായി ഭരണം നടത്തേണ്ടവനാണ്, രാജാവാകേണ്ടവൻ. എന്നാൽ അട്ടിമറി നടക്കുകയാണ്. തൻ്റെ സ്ഥാനത്തിൻ്റെ മേൽ അട്ടിമറി നടക്കുകയാണ്. ഉയർന്നു വരുന്നവൻ്റെ എതിരായി ആക്രമണങ്ങളുണ്ടാകുന്നു. ഉയർന്നു വരുന്ന യോസേഫിനെതിരായിട്ട് എതിർപ്പുകൾ വരുന്നു. തൻ്റെ വിശുദ്ധിയുടെ നേരെ ആക്രമണം നടക്കുന്നു. ന്യായാധിപന്മാർ 16 അധ്യായം. ശിംശോനുണ്ടായിരിക്കുന്ന ശ്രേഷ്ഠത എന്താണ് പറയൂ? ശിംശോനെ പോലെ ബലവാൻ ലോകത്തിൽ മറ്റാരും തന്നെ ഇല്ലായിരുന്നു. ഇതായിരുന്നു ആ കാലത്തുണ്ടായിരുന്നതായ ഒരു കാര്യം. അവൻ്റെ ബലത്തിൻ്റെ നേരെ ആക്രമണം നടക്കുന്നു. എങ്ങനെയാണ്? 16 അധ്യായം 16 വാക്യം. ഇങ്ങനെ അവൾ അവനെ ദിനം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു, അസഹ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നു. എന്താണിത്? ശിംശോൻ ആരാണ്? ജനിച്ചപ്പോൾ തന്നെ വേർതിരിക്കപ്പെട്ടവൻ, ജനിച്ചപ്പോൾ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടവൻ, ജനിച്ചപ്പോൾ തന്നെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനായിരുന്നു ശിംശോൻ. വലിയ ബലവാനായിരുന്നു. ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ നേരെ യുദ്ധം ചെയ്ത് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കുവാൻ ജനത്തെ സഹായിക്കേണ്ടിയിരുന്നവൻ ശിംശോൻ. എന്നാൽ ദയവുചെയ്ത് ശ്രദ്ധിക്കൂ, അവനുണ്ടായിരുന്നതായ ബലം ശത്രുവിനെ മുഴുവനും ഒതുക്കിക്കളഞ്ഞു. ഇപ്പോഴാക്രമണം നടക്കുകയാണ്. ഏതിൻ്റെ നേരെയാണ്? അവനുണ്ടായിരിക്കുന്നതായ ബലത്തിൻ്റെ നേരെ. മഹാബലവാനായിരുന്ന ശിംശോന്റെ സ്ഥിതി എന്തായിരുന്നു? ഇവൻ മരിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്ന സ്ഥിതിയിലെത്തി. അവസാനം മരിച്ചുപോയി. എവിടെയാണോ താൻ അസഹ്യമായി തീർന്നത്? ആർ കാരണമാണ് താൻ അസഹ്യമായത്?
അവളുടെ വീട്ടിൽ വെച്ച് തന്നെ താൻ ശത്രുക്കളാൽ പിടിക്കപ്പെട്ടു. അവരുടെ മധ്യയിൽ വെച്ച് തന്നെ ശിംശോൻ മരിച്ചു, പരാജയപ്പെട്ടു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഉയർന്നു വരുമ്പോൾ പിശാച് ആക്രമിക്കും. ദിനംപ്രതി ദാവീദിന് നേരെ ആക്രമണം, ദിനംപ്രതി യോസെഫിന്റെ നേരെ ആക്രമണം, ദിനംപ്രതി ശിംശോന്റെ നേരെ ആക്രമണം, ദിനംപ്രതി നമ്മുടെ ജീവിതങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. പ്രിയ സഹോദരി, സഹോദര, നിങ്ങൾ ഉയർന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതത്തിൽ വിജയം നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉന്നത സ്ഥാനത്തെത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ കേൾക്കുക, നമ്മൾ ആ പ്രവൃത്തിയിൽ, ആ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് ഉയർന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് മൗനമായി ഇരിക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട് ഉയർന്നു വരുവാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. യോസേഫ് ഉയർന്നു വന്നു. എങ്ങനെ ഉയർന്നു വന്നെന്നറിയാമോ? ദിനം പ്രതി ഒരു സ്ത്രീ തന്നെ പാപത്തിൽ വീഴ്ത്താൻ ശ്രമിച്ചപ്പോഴും കീഴ്പ്പെടാതെ ഉയർന്നു വന്നു. ദാവീദ് ഉയർന്നു വന്നു. എല്ലാ ദിവസവും ശൗൽ തന്നെ കൊല്ലുവാനായി ശ്രമിക്കുമ്പോഴും ദൈവം ദാവീദിനെ ശൗലിന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരുന്നതുകൊണ്ട് ദാവീദ് ഉയർന്നു വന്നു. ഏതെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് ദാനിയേലിനെ ഒതുക്കിക്കളയണമെന്ന് പറഞ്ഞ് അവർ പരിശ്രമിച്ചപ്പോഴും ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം കാരണം ആർക്കും ദാനിയേലിനെ തൊടുവാനായി കഴിഞ്ഞില്ല. സിംഹങ്ങൾക്ക് പോലും ദാനിയേലിനെ തൊടാൻ കഴിഞ്ഞില്ല. നീ ദൈവത്തോട് ചേർന്ന് നിന്ന് നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയങ്ങൾ നേടിയെടുത്തുകൊണ്ട് മുൻപോട്ട് വരുന്ന സമയത്ത് ശത്രുക്കളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, തടസ്സപ്പെടുത്തുവാനായി ശ്രമിക്കും, അപമാനങ്ങൾ വരുത്തിവെക്കും, അന്യായമായി നിന്നെ ഒതുക്കാൻ നോക്കും. എന്നാൽ ശ്രദ്ധിക്കുക, ഇവയെല്ലാം തന്നെ സാധാരണമായിട്ട് ഉയർന്നു വരുന്നവരായ ആളുകളിൽ മാത്രം കാണുന്നതായ സാഹചര്യങ്ങളാണ്. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, കർത്താവേ, അങ്ങ് എത്ര നല്ല സ്നേഹിതനാണ്. ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങളുടെ കൂടെയിരിക്കുമല്ലോ. കർത്താവേ, ഞങ്ങൾ അധ്വാനിച്ച് ഫലഭരിതമായൊരു ജീവിതം കൈവരിക്കുമ്പോൾ അപ്പോഴും നീ കൂടെയിരിക്കും. നീ ഞങ്ങളുടെ കിരീടമായിരിക്കും. ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ ദുഷിക്കുന്നവരും വെറുക്കുന്നവരും കണ്ടേക്കാം, ദുഷ്ടതയോടെ പ്രവർത്തിക്കുന്നതായ ആളുകൾ കാണാം. എങ്കിലും അവരുടെ എല്ലാ മധ്യയിലും ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിതനായ കർത്താവുണ്ടല്ലോ. സ്നേഹിക്കുന്ന അനേകം സ്നേഹിതരെ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അവരെ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകണം. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഏകാന്തതയിൽ ആയിരിക്കുന്ന ആളുകൾക്ക്, ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നതായ ആളുകൾക്ക് ആശ്വാസം കൊടുക്കണമേ. അവരെ നീ ഒറ്റപ്പെടുത്തുന്നവനല്ലല്ലോ. നിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നീ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റപ്പെട്ടവരല്ല. നിന്നോടൊപ്പം വിജയകരമായ ജീവിതം നയിക്കാനുള്ള കൃപ നൽകണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.